നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മാറാനാത്ത ദൈവവചന ശുശ്രൂഷകളിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി കഷ്ടതകൾ സഹിക്കാനുള്ള പദവി. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്യുന്നതമായ ആത്മാവ് ഇപ്പോൾ ഈ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ദൈവമക്കൾ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മൂവാറ്റുപുഴയിൽ നിന്ന് റോസിലി എഴുതുന്നു, എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എൻ്റെ മകന് 10 വർഷമായി അലർജി രോഗം തുടങ്ങിയിട്ട്. ജലദോഷം തുടങ്ങിയാൽ പിന്നെ ശക്തമായ ചുമ, പനി, നീർക്കെട്ട് ഉണ്ടാകും. പൊടി അടിച്ചാൽ കൂടുതലാകും. ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല, കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല, കൊടുക്കാത്ത മരുന്നുകളില്ല. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി എല്ലാം. എൻ്റെ ഈ മകൻ്റെ അവസ്ഥയോർത്ത് ഞാൻ എല്ലാ ദിവസങ്ങളിലും കരയും. പകുതി ദിവസം പോലും അവൻ സ്കൂളിൽ പോകത്തില്ല. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും ഷാലോം ചാനലിലൂടെ ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നവരാണ്. ഒരു മാസം മുമ്പ് ശക്തിയായ ചുമയും പനിയും ശ്വാസമുട്ടലും ഇളകി. അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആകാൻ നോക്കി. എന്നാൽ ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടർമാരെ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു. പിറ്റേ ദിവസം കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അന്ന് രാത്രി 8:30 അഭിഷേകാഗ്നി എന്ന സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ വചന ശുശ്രൂഷയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ശക്തിയായി യേശുവിനെ വിളിച്ചു. ഈശോ എൻ്റെ മകനെ തൊട്ട് സുഖപ്പെടുത്തി. അതിനുശേഷം ഇന്നുവരെ എൻ്റെ മകൻ്റെ ശരീരത്തിൽ അലർജി രോഗങ്ങളോ പനിയോ ചുമയോ ശ്വാസമുട്ടലോ അനുഭവപ്പെട്ടിട്ടില്ല. അന്നത്തെ ആ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് എൻ്റെ യേശു എൻ്റെ മകൻ്റെ 10 വർഷമായുള്ള രോഗപീഠകളെ തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. 10 വർഷമായ രോഗപീഠ, അലർജി രോഗപീഠ. അതാണ് ഒരു വചന ശുശ്രൂഷയുടെ സമയത്ത് യേശുവേ എന്ന് വിളിച്ചപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. 24 വയസ്സുള്ള ഞങ്ങളുടെ മകൻ വളരെ ചെറുപ്പം മുതലേ ടോൺസിലൈറ്റിസ് എന്ന രോഗത്തിൻ്റെ ക്ലേശത്തിൻ്റെ പിടിയിലായിരുന്നു. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ അസുഖം വരും. ആൻറ്റിബയോട്ടിക്കുകൾ ധാരാളം കഴിച്ചു. ഇതിനു പുറമെ ആയുർവേദ ഒറ്റമൂലി ചികിത്സകൾ നോക്കി. വെയിൽ കൊണ്ടാലും തണുപ്പടിച്ചാലും ഈ രോഗം ഇളകുമായിരുന്നു. അവസാനം ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ നടത്തണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇംഗ്ലണ്ടിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള വഴി അവന് തെളിഞ്ഞു വന്നത്. അവൻ പെട്ടെന്ന് പോവുകയും അവിടെ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഓപ്പറേഷൻ നടത്തുവാൻ സാധിക്കാത്തതിനാൽ കുറേ മരുന്നുകളും വാങ്ങി അവൻ്റെ കൈവശം കൊടുത്തയച്ചിരുന്നു. പക്ഷേ ഒരു മാസം പോലും തികയുന്നതിന് മുമ്പ് മകൻ്റെ പക്കൽ നിന്ന് സങ്കടകരമായ ഒരു സന്ദേശം വന്നു. ടോൺസിലൈറ്റിസ് രോഗം വീണ്ടും ഇളകിയിരിക്കുന്നു. സ്കൂളിലോ പഠനത്തിനോ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ മനസ്സ് നുറുങ്ങി. ഞങ്ങൾ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് സഹിയോൻ ടീമിനോട് ചേർന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. വിദേശത്തിരിക്കുന്ന എൻ്റെ മകൻ്റെ വർഷങ്ങളായുള്ള രോഗങ്ങളുടെ കെട്ടഴിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ആരാധന സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ സന്ദേശം പറഞ്ഞു, ടോൺസിലൈറ്റിസ് രോഗപീഠയോടെ കൂടി വിഷമിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അത് ഞങ്ങളുടെ മകനായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ അവന് ആ രോഗത്തിൻ്റെ ബാധ അനുഭവപ്പെട്ടിട്ടില്ല. ഏകദേശം 5 വയസ്സ് മുതൽ തുടങ്ങിയ രോഗപീഠയായിരുന്നു. ഇന്ന് ഞങ്ങളുടെ മകൻ സൗഖ്യത്തിൽ ഇരിക്കുന്നു. യേശു ക്രിസ്തുവിന് കോടാനുകോടി മഹത്വം അർപ്പിക്കുന്നു. അഗസ്റ്റിൻ ആൻഡ് തങ്കമ്മ ഫ്രം പളനിയിൽ നിന്നും അഗസ്റ്റിനും തങ്കമ്മയും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അനുഭവമാണിത്. ഇന്ന് നീ ഇരിക്കുന്ന ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ, നീ യേശു ക്രിസ്തുവിനെ സത്യമായും ഹൃദയത്തിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്. നീ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. നീ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സ്പർശനം നിനക്കായി നൽകാൻ യേശു ക്രിസ്തു തിരഞ്ഞെടുക്കുന്ന സ്ഥലമായി മാറും. 2 കരങ്ങൾ അല്പം തുറന്ന് ഉറക്കെ കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. യേശുവിൻ്റെ അത്ഭുത ശക്തി നിറയട്ടെ. രോഗമുള്ള ശരീരങ്ങൾക്ക് യേശുവിൻ്റെ അത്ഭുത ശക്തി നിറയട്ടെ. മനപീഡകൾ അനുഭവിക്കുന്ന ഹൃദയങ്ങളിലേക്ക് യേശുവിൻ്റെ അത്ഭുത ശക്തി നിറയട്ടെ. ഭാരങ്ങളും നിരാശ
നിരാശകളും ദുഃഖവും ആത്മഹത്യകളും പേർ നടക്കുന്ന ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും മനസ്സുകളിലേക്കും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തി നിറയട്ടെ. തലമുറകളായി രോഗവും തകർച്ചയും കടബാധ്യതയും കഷ്ടവും കണ്ണുനീരും അടിമപ്പെടുത്തിയിരിക്കുന്ന കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ എങ്ങനെയുള്ള എല്ലാ കെട്ടുകളും അഴിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാത്താൻ്റെ ആക്രമണം കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മുദ്ര ചെയ്യുന്നു. ഈ കുടുംബങ്ങളും സാത്താൻ്റെ ആക്രമണങ്ങൾ വിട്ടുപോട്ടെ. കർത്താവെ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത കുടുംബങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാഭിഷേകം നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ. ദുർവൃത്തി ജീവിക്കുന്ന മക്കളെ യേശുവിൻ്റെ നാമത്തിൽ അവകാശപ്പെട്ട് അവരിൽ ദുർവൃത്തി വിട്ടുപോയി പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമില്ലാത്ത കുടുംബങ്ങളെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളിൽ വചനം നിറയട്ടെ. കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ എല്ലാ വ്യക്തികളും നിറയട്ടെ. ആത്മാവെ പ്രവഹിക്കണമേ, ആത്മാവെ വ്യാപരിക്കണമേ, ആത്മാവെ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മ ശക്തി പ്രവഹിക്കുന്നു. കണ്ണടച്ച് കരങ്ങൾ അല്പം ഉയർത്തി വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ വിളിക്കുക, യേശുവിൻ്റെ നാമത്തെ വിളിക്കുക, യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. അഭിഷേകം പ്രവഹിക്കട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി കഷ്ടതകൾ സഹിക്കാനുള്ള അനുഗ്രഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു കുഗ്രാമത്തിൽ ഒരു സംഭവം ഉണ്ടായി. അരുൾദാസ് അച്ഛൻ, ആ അച്ഛൻ യേശുക്രിസ്തുവിൻ്റെ നാമം വഹിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമം പ്രസംഗിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മലമ്പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. അന്ധകാരത്തിലും രോഗത്തിലും പൈശാചിക പീഡകളിലിരുന്നിരുന്ന അനേകം ജീവിതങ്ങൾക്ക് നിത്യപ്രകാശം നൽകി രക്ഷയുടെ വചനങ്ങളെ ഓതി യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് നടന്ന അരുൾദാസ് അച്ഛൻ ഒരു രാത്രിയിൽ ഏതാനും മതവിരോധികളുടെ കഠിനമായ വൈരാഗ്യം ആ അച്ഛൻ്റെ ജീവൻ അപഹരിച്ചു. അമ്പും വില്ലുമായി വന്ന് കഠിനമായ വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവർ ക്രൂരമായി അച്ഛൻ്റെ മേൽ അമ്പെയ്ത് ആ രാത്രിയിൽ അച്ഛനെ അവർ നിഷ്കരുണം വധിച്ചു കളഞ്ഞു. ഇത് നമ്മുടെ ഈ രാജ്യത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഗതിയാണ്. ഒരു മലമ്പ്രദേശത്ത്, ഒരു ഒറീസ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രദേശത്ത്, ഒരു കാട്ടുപ്രദേശത്ത് ആ അച്ഛൻ നിഷ്കരുണം വധിക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വാർത്ത ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ടായി. അപ്പോൾ ഞാൻ ചിന്തിച്ച്, ദൈവമേ, നല്ല ചെറുപ്പക്കാരൻ, ചോരത്തിളപ്പുള്ള പ്രായം, ഈ രാജ്യത്ത് ഇന്നും ഇങ്ങനെയുള്ള കിരാതമായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് അതിനെക്കുറിച്ച് വിഷമമുണ്ടായി. എങ്കിലും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എൻ്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള പദവി കൂടെ ഞാൻ കൊടുക്കും. ഇത് ഒരു വേദനയല്ല, ഇത് ക്രിസ്ത്യാനിക്ക് ഒരു പദവിയാണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കുള്ള പദവിയാണ് യേശുവിൻ്റെ നാമത്തെ പ്രതി പീഡനം ഏറ്റുവാങ്ങുക, യേശുവിൻ്റെ നാമത്തെ പ്രതി രക്തം ചിന്തുക, യേശുവിൻ്റെ നാമത്തെ പ്രതി ജീവൻ എടുത്ത് അർപ്പിക്കുക. ഇതൊരു ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്ന അത്യുന്നതമായ ഒരു പദവിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോരയിൽ മുളച്ചു പൊങ്ങിയതാണ് തിരുസഭ, ചോരയിൽ മുളച്ചു പൊങ്ങിയതാണ് ഈ വിശ്വാസം. ഈ വിശ്വാസം ഏറ്റുവാങ്ങുന്ന ഓരോരുത്തർക്കും ചോര ചിന്താനുള്ള അഭിഷേകം കൂടെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വ്യക്തിക്ക് നൽകുന്നു. ഞാൻ ഏതാണ്ട് കഴിഞ്ഞ ഈ 2-3 മാസത്തിന് മുമ്പ് ആ പ്രദേശത്തെക്കുറിച്ച് വീണ്ടും പഠനം നടത്തി. അപ്പോൾ ആ പ്രദേശത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് 10-50 വിശ്വാസികളാണ് ആ പ്രദേശത്തുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് വിശ്വാസികൾ തടിച്ചു കൂടിയിരിക്കുന്ന ഒരു പ്രദേശമായി ആ പ്രദേശം രൂപാന്തരപ്പെട്ട് മനുഷ്യബുദ്ധിക്ക് ആഗ്രാഹമാമിതമുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇന്ന് അത് വലിയൊരു തീർത്ഥാടന കേന്ദ്രം പോലെ ജനക്കൂട്ടം തിങ്ങിക്കൂടുന്ന ഒരു പ്രദേശമായി അരുൾദാസച്ചൻ മരിച്ച ആ സ്ഥലം മാറി. അരുൾദാസച്ചൻ മരിച്ച ആ ഇടവക ആയിരക്കണക്കിന് വിശ്വാസികളുള്ള ഒരു പ്രദേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു സ്റ്റഡിയിൽ നിന്ന് അച്ഛന് മനസ്സിലായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമത്തെ പ്രതി ഒരു വിശ്വാസി ആ വിശ്വാസി രക്തം ചിന്തിയാൽ ആ രക്തം ഈ ഭാരത മണ്ണിൽ അനേകരുടെ മേൽ ദൈവകൃപ സമൃദ്ധമാകുന്നതിന് കാരണമാകും.
ദൈവകൃപ അനേകരുടെ മേൽ സമൃദ്ധമാകണമെങ്കിൽ വിശ്വാസം സ്വീകരിച്ച ഞാനും, വിശ്വാസം സ്വീകരിച്ച നിങ്ങളും, വിശ്വാസം സ്വീകരിച്ച ഓരോ മകനും മകളും യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി രക്തം ചിന്താൻ വരെയുള്ള ആ പദവിയെക്കുറിച്ച് അഭിമാനം കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു വളരെ വളരെ സ്നേഹത്തോടെ തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു അതിശക്തമായി ഇടപെട്ടു. ഈ ഭൂമിയിൽ ദൈവകൃപ അതിസമൃദ്ധമായി ഉണ്ടാകാൻ ദൈവ അഭിഷേകം ചെയ്ത ജീവിതമാണ്. ദൈവകൃപയുടെ പേമാരി, ദൈവകൃപയുടെ സമൃദ്ധി, ദൈവകൃപയുടെ പെരുമഴ ഭൂമിയിൽ പെയ്തിറങ്ങാൻ കാരണമായ ഒരു ജീവിതമാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴിയുള്ള അത്ഭുത കൃപയുടെ സമൃദ്ധി അനേകം ജനതകളിലേക്കും ഗോത്രങ്ങളിലേക്കും പരന്നൊഴുകാൻ കാരണമായൊരു ജീവിതമാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതം. ആ ജീവിതത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ ഭൂമിയിൽ കിട്ടിയ പ്രതിഫലം എന്താണെന്ന് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 7 മുതൽ 15 വരെയുള്ള തിരുലിഖിതങ്ങൾ. പരമമായ ശക്തി ദൈവത്തിൽ നിന്നാണ് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, ഞങ്ങൾ എപ്പോഴും വിഷമിപ്പിക്കപ്പെടുന്നു, ഞങ്ങൾ എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു, ഞങ്ങൾ എപ്പോഴും അടിച്ചു വീഴ്ത്തപ്പെടുന്നു. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. നോക്കുക, യേശുവിനോട് ചേർന്ന് അതിവിശുദ്ധ ജീവിതം സഹിച്ച് അതിവിശുദ്ധമായി ജീവിച്ചിരുന്ന തീഷ്ണമതിയായ അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ കിട്ടിയ പ്രതിഫലം എപ്പോഴും വിഷമിപ്പിക്കപ്പെടുക, എപ്പോഴും തകർക്കപ്പെടുക, എപ്പോഴും പീഡിപ്പിക്കപ്പെടുക, എപ്പോഴും വേദനിപ്പിക്കുക, എപ്പോഴും ഞെരുക്കപ്പെടുന്ന അനുഭവം, എപ്പോഴും ഞെരുക്കപ്പെടുന്ന അനുഭവം. ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന പ്രിയ പൈതലേ, ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന പ്രിയ മകനെ, പ്രിയ മകളെ, ഇന്ന് കർത്താവിൻ്റെ സഭയിലുള്ള ശുശ്രൂഷക, നീ ഒന്ന് ചിന്തിക്കണം. എപ്പോഴും ഞെരുക്കമുണ്ടാകുമ്പോൾ അത് സ്വന്തക്കാരിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, വ്യാജ സഹോദരന്മാരിൽ നിന്നും, സ്വസഹോദരന്മാരിൽ നിന്നും ഈ ഞെരുക്കവും ഈ ക്ലേശവും ഈ വിഷമിപ്പിക്കലും ഈ പീഡനം ഉണ്ടാകുമ്പോൾ മനസ്സിൽ അഭിമാനം തോന്നണം. യേശുവിനെ പ്രതി സഹിക്കാനുള്ള, കഷ്ടത സഹിക്കാനുള്ള പദവിയല്ലേ അവിടുന്ന് നൽകിയിട്ടുള്ളത്. പൗലോസ് അപ്പോസ്തലൻ അത് സഹിച്ച് വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ എല്ലാറ്റിൻ്റെയും ചപ്പും ചവറും പോലെയും ഉച്ചിഷ്ടം പോലെയും ഞങ്ങൾ ആയിത്തീർന്നിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. ഞങ്ങളിപ്പോൾ മാലാഖമാർക്കും മനുഷ്യർക്കും പ്രദർശന പാത്രങ്ങളായിരിക്കുന്നു. ചപ്പും ചവറും പോലെയും ഉച്ചിഷ്ടം പോലെയും ഞങ്ങൾ കണക്കാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ചവിട്ടി പഠിക്കപ്പെടുന്നൊരു ജീവിതമായി അപ്പോസ്തലൻ്റെ ജീവിതം താഴ്ത്തപ്പെട്ടു, തകർക്കപ്പെട്ടു. പക്ഷേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ പരിജ്ഞാനം ഉണ്ടായിരുന്ന അപ്പോസ്തലൻ മനസ്സിലാക്കി, അതാണ് ദൈവകൃപയുടെ പെരുമഴ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ജീവിതമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കൊരിന്തോസുകാർക്ക് 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അപ്പോസ്തലൻ്റെ ജീവിതം തകർന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴി ലോകത്തിനായി പ്രഖ്യാപിക്കപ്പെട്ട ദൈവകൃപയുടെ സമൃദ്ധി കൂടുതൽ 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 ആളുകളിൽ പ്രഫുല്ലമായി. അതാണ് 2 കൊരിന്തോസ് 4:15. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ ദൈവകൃപ സമൃദ്ധമാകുന്നത് കാണാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അരുൾദാസത്തിൻ്റെ ജീവിതത്തിൽ, അരുൾദാസത്തിൻ്റെ ശരീരത്തിൽ അമ്പുകളേറ്റ് പച്ചയായ മനുഷ്യൻ വേദന കൊണ്ട് പടഞ്ഞ് മരിച്ച് ആ ജീവിതം ബലിയായി തീർന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകളിൽ ആ പ്രദേശത്ത് വിശ്വാസ സമൃദ്ധമായി, ദൈവകൃപ സമൃദ്ധമായി. അപ്പോസ്തലൻ്റെ ജീവിതം തകർക്കപ്പെട്ടപ്പോൾ അനേക ജനതകളിലേക്കും ഗോത്രങ്ങളിലേക്കും ദൈവത്തിൻ്റെ കൃപ പരന്നൊഴുകി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, അപ്പോസ്തലനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം വെളിപ്പെടുത്തുന്നത് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. ഒരു വിശ്വാസിക്കുള്ള പദവിയാണ് യേശുവിനെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹം. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 41-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരെ
യൂദപ്പടയാളികൾ രഹസ്യമായി പിടിച്ച് കാരാഗൃഹത്തിൽ തല്ലിച്ചതയ്ക്കുകയും അവർ സംഘങ്ങളുടെ മുമ്പിലേക്ക് ആനയിക്കപ്പെടുകയും അവർ ന്യായവിചാരണ നടത്തപ്പെടുകയും രഹസ്യമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ട് മേലിൽ ഈ നാമത്തെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുമ്പോൾ ആ അപ്പോസ്തലന്മാർ ചെയ്തൊരു കാര്യമുണ്ട്. യേശുവിൻ്റെ നാമത്തെ പ്രതി അവമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തേക്ക് പോയി. അതാണ് അപ്പോസ്തല പ്രവർത്തനം 5:41. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, ഇന്ന് നമ്മൾ സഹിക്കുന്ന ഈ ഞെരുക്കം, ഇന്ന് നമ്മൾക്കായി ലഭിക്കുന്ന ഈ വിഷമിപ്പിക്കൽ, ഈ പീഡിപ്പിക്കപ്പെടുന്ന അനുഭവം, തകർക്കപ്പെടുന്ന അനുഭവം, ചപ്പും ചവറും പോലെയും ഉച്ചിഷ്ടം പോലെയും ആയിത്തീരുന്ന അനുഭവം, ഇത് വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ തുലോം നിസ്സാരമാണ്. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇന്നത്തെ കഷ്ടതകൾ വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ തുലോം നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി കഷ്ടതകൾ സഹിക്കാനുള്ള വരം കൂടെ ഞങ്ങളുടെ മേൽ അഭിഷേകം ചെയ്ത് വളർത്തണമേ. ഇന്ന് ഞങ്ങൾ സുഖിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹത്തിനല്ല ഇനി പ്രാർത്ഥിക്കുന്നത്, ഇനി എന്തെങ്കിലും നേടിയെടുക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടിയല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. യേശു ക്രിസ്തുവിനെ പ്രതി കഷ്ടത സഹിക്കാൻ, യേശു ക്രിസ്തുവിനെ പ്രതി രക്തം ചിന്താൻ, യേശു ക്രിസ്തുവിനെ പ്രതി വേദന സഹിക്കാൻ, അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ ദൈവകൃപ സമൃദ്ധമാകാൻ വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ പ്രതി സഹിക്കാനുള്ള ആ വരം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ രോഗങ്ങൾ, ഇന്നത്തെ ഞെരുക്കങ്ങൾ, ഇന്നത്തെ തിരസ്കരണം, ഇന്നത്തെ നിന്ദനം, ഇന്നത്തെ കഷ്ടത, യേശുവിനെ പ്രതിയുള്ള ഇന്നത്തെ വേദന നാളെ അനേകരുടെ ജീവിതങ്ങളിൽ ദൈവകൃപയുടെ സമൃദ്ധിയാണെന്ന് കാണാനുള്ള കണ്ണ് തുറന്നു തരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ഈ അത്ഭുത സാന്നിധ്യ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട മക്കളെ, ഹൃദയത്തിലെല്ലാ ഭീരുത്വങ്ങളും ഭയചിന്തകളും എല്ലാ ദുർബല ചിന്തകളും വിട്ടുമാറി സ്വർഗത്തിൻ്റെ പൗരുഷം നിറഞ്ഞു കവിയട്ടെ. അതിനുവേണ്ടി ആഗ്രഹിക്കാം. 2 കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. യേശുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. ജോയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം, ദുർബലൻ പോലും താനൊരു യോദ്ധാവാണെന്ന് പറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്ഥിതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അത്യുന്നത പ്രവാഹം, അത്യുന്നത അഭിഷേകത്തിൻ്റെ പ്രവാഹം ഇപ്പോൾ ഓരോരുത്തരുടെ ശരീരങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും ആത്മാവിലേക്കും നിറയട്ടെ. ദുർബല ആത്മാക്കളെല്ലാം ഉണരട്ടെ കർത്താവേ. എല്ലാ പേടിത്തൊണ്ടന്മാരും ശക്തി പ്രാപിക്കട്ടെ, എല്ലാ ഭീരുക്കളും ഉണർവ് പ്രാപിക്കട്ടെ, എല്ലാ ദുർബലരും ശക്തി പ്രാപിക്കട്ടെ കർത്താവേ. അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ. രോഗികൾ ഇപ്പോൾ കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഉണർന്നെഴുന്നേൽക്കട്ടെ. ഈ ക്ഷീണിതർ ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ. തളർന്നവർ കഴുകനെ പോലെ ചിറകടിച്ച് വരട്ടെ കർത്താവേ. പിന്മാറ്റത്തിരിക്കുന്നവർ ഇപ്പോൾ മുൻനിരയിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. എല്ലാ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. തടസ്സങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. കണ്ണുനീരിലേക്ക് ദൈവത്തിൻ്റെ ആശ്വാസം നിറയട്ടെ. ഇന്ന് പല തടസ്സങ്ങളോർത്ത് കണ്ണുനീരൊഴുക്കുന്ന മക്കൾക്ക് ഇന്ന് അവർ പുറപ്പെടുന്ന വഴികളിൽ തടസ്സങ്ങൾ മാറി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വംശങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സമൂഹങ്ങളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് എൽസി. ഞാൻ വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ നിന്ന് വരുന്നു. എനിക്ക് 3 വർഷമായിട്ട് എൻ്റെ കൈ ഭയങ്കരമായിട്ട്, ഇടത്തെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. അത് പ്രത്യേകിച്ച് വസ്ത്രം ധരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ ചെറിയ 8 വയസ്സുള്ള കൊച്ചിനെ കൊണ്ടായിരുന്നു ഞാൻ അതിനൊക്കെ കൊച്ചാരൻ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. അവൾ എല്ലാ ദിവസവും, ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ വന്ന് ധ്യാനം കൂടി. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു. ബ്രദർ പറഞ്ഞു ഇപ്പോൾ എന്നോട് കൈ പൊക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് കൈ
ഇത്രയും വരെ പൊക്കായിരുന്നു, പക്ഷെ ഒട്ടും പുറകോട്ട് തിരിക്കാൻ മേലായിരുന്നു. അപ്പം ഞാൻ ഈ വീട്ടിലായിരിക്കുമ്പോൾ മോൾ എന്നെ ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി, അന്നേരം ഞാൻ വീണ് പോകുമായിരുന്നു. പല പ്രാവശ്യം ഞാൻ വീണ് പോയിട്ടുണ്ട്. അപ്പം പുറകോട്ടൊട്ടും തിരിക്കാൻ മേലായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ധ്യാനം കൂടി. അത് കഴിഞ്ഞ് വേദന കുറഞ്ഞു, വളരെ കുറവായി. പക്ഷെ എനിക്ക് തിരിക്കാറായില്ലായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. എങ്ങനെ വേണേലും കൈ തിരിക്കാം, പുറകോട്ട് വരും. അത്ഭുതകരമായി കർത്താവ് കൈ സുഖപ്പെടുത്തി പുറകോട്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വലിയ സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തിയെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണല്ലോ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണല്ലോ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ